നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്ന യൂട്യൂബിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. സാധാരണ യൂട്യൂബിൽ പല ആളുകൾക്കും അറിയാത്തതും ആരും പറഞ്ഞു തരാത്തതുമായിട്ടുള്ള സെറ്റിങ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. പക്ഷെ നമുക്ക് തിരക്കുള്ള സമയത്ത് നമ്മൾ ജോലിയിലൊക്കെ ആണെങ്കിൽ ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുമില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ അതങ്ങ് റിമൂവ് ആയി പോവുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് യൂട്യൂബിലെ എല്ലാ നോട്ടിഫിക്കേഷനും ഒരു സമയത്ത് വരുത്താൻ ഒരു ഷെഡ്യൂൾഡ് നോട്ടിഫിക്കേഷൻ യൂട്യൂബിനകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഷെഡ്യൂൾഡ് നോട്ടിഫിക്കേഷൻ ഫീച്ചർ ഏതാണെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് വലത് ഭാഗത്തുള്ള പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ ഷെഡ്യൂൾഡ് ഡൈജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത ശേഷം അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ സമയത്താണ് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. ഞാനിവിടെ വൈകുന്നേരം 6 PM എനിക്ക് എൻ്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഒരു 6 മണിക്ക് ഫ്രീ ആകുന്ന ആളാണെങ്കിൽ 6 PM എന്ന് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുത്താൽ പിന്നെ എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ യൂട്യൂബിൽ അന്ന് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരികയും നിങ്ങൾക്കത് കൃത്യമായി ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.